23-കാരി ഉന്നയിച്ച ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് തിരിച്ചടി. അറസ്റ്റ് തടയണമെന്ന ആവശ്യം തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി അംഗീകരിച്ചില്ല. മുൻകൂർ ജാമ്യാപേക്ഷയിൽ SIT തിങ്കളാഴ്ച കോടതിയിൽ റിപ്പോർട്ട് നൽകും. പരാതി നൽകാനുള്ള കാലതാമസം ലൈംഗികാതിക്രമ കേസുകളിൽ ബാധകമല്ലെന്നും സെഷൻസ് കോടതി നിരീക്ഷിച്ചു. രണ്ടാമത്തെ കേസിലെ പരാതിയിൽ അവ്യക്തതയുണ്ടെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അഭിഭാഷകന്റെ വാദം. പ്രതി MLA ആണ്. രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസാണിത്. പരാതിക്കാരിയുടെ പേരോ സംഭവസ്ഥലമോ വ്യക്തമല്ല. ഇമെയിൽ IDയിലൂടെയും പേരിൽ വ്യക്തതയില്ല. കുറ്റകൃത്യത്തെക്കുറിച്ച് ഒരു പരാമർശവുമില്ലാത്ത പരാതിയാണിത്. ആദ്യ കേസിൽ പ്രതിയുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അഭിഭാഷകന്റെ വാദം. രണ്ടാം കേസിലും അറസ്റ്റ് തടയണമെന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അഭിഭാഷകന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. അറസ്റ്റ് തടയണമെന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ആവശ്യത്തെ പ്രോസിക്യൂഷൻ എതിർത്തു. പോലീസ് റിപ്പോർട്ട് പരിഗണിക്കാതെ അറസ്റ്റ് തടയരുത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ റിപ്പോർട്ട് നൽകാൻ തിങ്കളാഴ്ച വരെ സാവകാശം വേണമെന്നും പ്രോസിക്യൂഷൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഭാഗമായ കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് പരാതി DGPക്ക് കൈമാറിയത്. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള പരാതിയാണിതെന്ന് പ്രതിക്ക് പറയാനാവില്ലെന്നും പ്രോസിക്യൂഷൻ ആവശ്യം അംഗീകരിച്ച സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച വാദം കേൾക്കാനായി മാറ്റി. പരാതി നൽകുന്നതിൽ കാലതാമസമുണ്ടായി എന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാദം സെഷൻസ് കോടതി അംഗീകരിച്ചില്ല. ലൈംഗിക അതിക്രമ പരാതികളിൽ കാലതാമസം ബാധകമല്ലെന്ന് കോടതിയുടെ നിരീക്ഷണം. കുറ്റകൃത്യം സംബന്ധിച്ച അറിവ് ലഭിച്ചാൽ തന്നെ 0 FIR രജിസ്റ്റർ ചെയ്യാനാകുമല്ലോ എന്നുമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അഭിഭാഷകനോട് സെഷൻസ് കോടതിയുടെ ചോദ്യം. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.